നമ്മുടെ ചിരിച്ച മുഖം എല്ലാവർക്കും ഇഷ്ടമാണ്. നമ്മുടെ പുഞ്ചിരി എല്ലാവർക്കും സന്തോഷമാണ്. പക്ഷെ നമ്മുടെ നിലവിളി അത് ചിലപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടാനില്ല. പ്രത്യേകിച്ച് മറ്റുള്ളവരുടെ നിലവിളികളെ, വേദനകളെ മറ്റുള്ളവർ അവഗണിക്കും. അപ്പം അവഗണിച്ച് കളയുന്ന ഒരു കാര്യമാണ് നിലവിളി എന്ന് പറയുന്നത്. എന്നാൽ നിലവിളിയെ അവഗണിക്കാതെ ഹൃദയത്തിൻ്റെ വേദന അറിയുന്നവൻ, എന്നുള്ള പറഞ്ഞാൽ ഹൃദയം നിർമ്മിച്ചവൻ, മനസ്സിനെ ഉണ്ടാക്കിയവൻ, പ്രാണനെ നമ്മുടെ ശരീരത്തിലാക്കി തന്നവൻ നമ്മുടെ നിലവിളിക്ക് മറികടക്കില്ല. ഇന്നത്തെ ഷാലോം സന്ദേശത്തിലെ ദൂതിതാണ്, ആരൊക്കെ നിങ്ങളുടെ നിലവിളിയെ അവഗണിച്ചാലും കണ്ടില്ലെന്ന് നടിച്ചാലും നിങ്ങളുടെ നിലവിളിക്ക് മുമ്പിൽ, നിലവിട്ടുള്ള വിളിക്ക് മുമ്പിൽ നിൽക്കുന്ന ഒരു കർത്താവുണ്ട്. ആ കർത്താവാണ് ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. ഇന്ന് ഞാൻ കർത്താവ് തരുന്ന സന്ദേശം പറയുന്നത് മർക്കോസ് എഴുതിയ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 45 മുതലുള്ള വാക്യങ്ങളിൽ ഒരു മനുഷ്യൻ, ബർത്തിമായി എന്ന് പറയുന്നൊരു മനുഷ്യൻ, കുരുടനായി പിറന്നവനാണ്. യേശു യെരിഹോ വഴി കടന്നു പോകുന്ന വാർത്ത അറിഞ്ഞപ്പോൾ അവൻ യേശുവിൻ്റെ കാൽപര്യമാറ്റം അറിഞ്ഞ് ആളുകളോട് ചോദിച്ചറിഞ്ഞ് അവൻ നിലവിളിക്കാൻ തുടങ്ങി. മിണ്ടരുത് എന്ന് പലരും ശാസിച്ചിട്ടും അധികം നിലവിളിച്ചു, നിർത്താതെ നിലവിളിച്ചു. അവൻ്റെ നിലവിളി ഫലിച്ചു. ആമേൻ. അവൻ്റെ പ്രശ്നം എന്താണെന്ന് യേശു ചോദിക്കുമ്പോൾ അവൻ പറഞ്ഞ കാര്യം, എനിക്ക് കാഴ്ച കിട്ടണം. എന്തുകൊണ്ടാണ് ആ മനുഷ്യൻ അത് പറഞ്ഞത്? അത് നടക്കുമെന്നുള്ള പ്രതീക്ഷയിലായതുകൊണ്ട്. എന്തുകൊണ്ടാണ് പറയാൻ കാരണം? എൻ്റെ പ്രശ്നം, ഞാൻ കുരുടനാണ്, എനിക്ക് കണ്ണ് കാണുന്നില്ല. എൻ്റെ മുമ്പിലൂടെ ഇപ്പോൾ കടന്നു പോകുന്ന വ്യക്തി കണ്ണുണ്ടാക്കിയവനാണ്, മനുഷ്യന് കണ്ണ് കൊടുത്തവനാ, കണ്ണ് നിർമ്മിച്ച് കാഴ്ച കൊടുത്തവനാ. അവനാണ് എൻ്റെ മുമ്പിൽ കൂടെ കടന്നു പോകുന്നത്. വേറെ ആര് പോയാലും ഈ ആവശ്യം അവൻ പറയില്ല. പക്ഷേ അവൻ്റെ മനസ്സിനെ ഉറപ്പിച്ച കാര്യം, ഇത് കണ്ണുണ്ടാക്കിയവനല്ലേ എൻ്റെ മുൻപിലൂടെ കടന്നു പോകുന്നത്. അതുകൊണ്ട് അവൻ ഉറക്ക നിലവിളിക്കുന്നു. അവൻ്റെ നിലവിളി ഫലിച്ചു. കർത്താവിന് സൗഖ്യം നൽകി. ഹല്ലേലൂയ. ഇന്ന് നിങ്ങൾ കടന്നു പോകുന്ന പ്രശ്നങ്ങൾ അത് എത്ര വലുതാണ്, എത്ര ആഴമുള്ളതാണെങ്കിലും പലരും മിണ്ടണ്ട എന്ന് പറഞ്ഞ് ഒതുക്കിയിട്ട് അവരിപ്പോൾ കടന്നു പോകുമ്പോഴും നിങ്ങളുടെ ശരിയായുള്ള പ്രശ്നത്തെ പരിഹരിക്കുവാനും അതിന് വിടുതൽ തരുവാനും ശക്തിയുള്ളവൻ, അധികാരമുള്ളവൻ, നിങ്ങളുടെ മേൽ അധികാരമുള്ള നിങ്ങളുടെ ഉടയവനായ ഒരു ദൈവമുണ്ട്. ആ ദൈവം നിങ്ങളെ ഒരിക്കലും അവഗണിക്കില്ല, ഒരിക്കലും കൈവിടില്ല, ഒരിക്കലും ഉപേക്ഷിക്കില്ല. ഹല്ലേലൂയ. എത്രയധികം മക്കളുണ്ടെങ്കിലും ഒരപ്പനോ ഒരമ്മയ്ക്കോ ആ മക്കളുടെ ഓരോരുത്തരുടെയും നിലവിളി തിരിച്ചറിയാൻ പറ്റും, അവരുടെ വേദന തിരിച്ചറിയാൻ പറ്റുന്നത് പോലെ കർത്താവായ യേശുവിന് നമ്മുടെ വേദനയെ അറിയാം, നമ്മുടെ നിലവിളി അവനെ അറിയാം. ഹല്ലേലൂയ. അതുകൊണ്ട് ആ നിലവിളി, ആ വേദനയെ കർത്താവ് ഒരിക്കലും അവഗണിക്കില്ല. ദൈവത്തിൻ്റെ വചനം നോക്കിക്കേ. ഹാഗാർ ഒരു നിലവിളിച്ച് കരഞ്ഞു. ഹാഗാറിൻ്റെ പൈതൽ കരഞ്ഞു. ഹാഗാറെ നീ നിലവിളിക്കുന്ന എന്തെന്ന് ദൈവം ചോദിക്കുന്ന കാര്യം ഉൽപ്പത്തി പുസ്തകം 21-ാം അധ്യായത്തിലുണ്ട്. ഒരു അമ്മയുടെ നിലവിളി, ഒരു മകൻ മരിക്കുന്ന കാണണ്ട, ഇപ്പം മരിച്ചിട്ടില്ല, പക്ഷെ മരിക്കാനുള്ള ചാൻസ് ഉണ്ടെന്ന് കാണുമ്പോൾ അയ്യോ ഇനിയാണെങ്കിൽ അല്പസമയം കഴിഞ്ഞാൽ മരിച്ചു പോകുമല്ലോ എന്ന് ചിന്തിച്ചുള്ള വേദന. ആ നിലവിളി ദൈവത്തിൻ്റെ കാതുകളിൽ എത്തി കേട്ടോ. ദൈവം ആ നിലവിളി അവഗണിച്ചിട്ടൊന്നുമില്ല. ഹാഗാറെ നിനക്ക് എന്തെന്ന് ചോദിച്ചത് അവളുടെ പരിഭവം കൊണ്ട് ചോദിച്ചതാ. പക്ഷെ ആ നിലവിളി കർത്താവ് കേൾക്കാതിരുന്നില്ല. അവൾക്ക് വേണ്ടി ഒരു ഉറവെ തുറന്ന കാര്യമാണ് അടുത്ത ഭാഗത്തിൽ കാണുന്നത്. അവളുടെ തലമുറയെ താങ്ങി എഴുന്നേൽപ്പിച്ചു. ഹല്ലേലൂയ. ചില നിലവിളികളുടെ മുമ്പിൽ സ്വർഗം ഇറങ്ങി വരും, മറികടന്നു പോകില്ല. അങ്ങനെ കരഞ്ഞു പ്രാർത്ഥിച്ച ദാവീദ് പറയാണ്, എൻ്റെ നിലവിളി നിന്റെ സന്നിധിയിലെത്തി, ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നു, അവനെങ്കിലേക്ക് ചാഞ്ഞു, എൻ്റെ നിലവിളി കേട്ടു. അത്രമാത്രം കുഴിയിലും കുഴഞ്ഞ ചേറ്റിലുമാണ് ഞാൻ അകപ്പെട്ട് കിടന്ന് നിലവിളിച്ചത്. അവിടെ ഇറങ്ങി വരാൻ ആരും കൂട്ടാക്കിയില്ല. അവൻ്റെ കയ്യിലിരിപ്പുണ്ട്, അവൻ അങ്ങനെ പറ്റിയെന്ന് പറഞ്ഞുകൊണ്ട് ഒന്നുകൂടെ ചവിട്ടിത്താക്കാനേ എല്ലാവരും നോക്കിയുള്ളൂ. പക്ഷേ അവൻ എൻ്റെ നാശകരമായ കുഴിയിൽ നിന്ന് അവൻ എൻ്റെ നിലവിളി കേട്ട് ഇറങ്ങി വന്ന് എന്നെ വിടുവിച്ചു, സുസ്ഥിരമായ പാറമേൽ നിർത്തി. ഹല്ലേലൂയ. നിങ്ങൾ ഏത് കുഴഞ്ഞ ചേറ്റിൽ കിടന്നാലും നിങ്ങളുടെ നിലവിളിക്ക് മുമ്പിൽ സ്വർഗം നിൽക്കും. സ്വർഗം നിങ്ങളെ തേടി വരും. ദൈവത്തിൻ്റെ പുത്രൻ അവൻ വരും നിങ്ങളെ വിടുവിക്കുവാൻ, ഉറപ്പുള്ള പാറയിൽ നിങ്ങളെ ആക്കുവാൻ. ഹല്ലേലൂയ.
ആമേൻ. ഇസ്രായേൽ ജനം ഊഴിയ വിചാരകന്മാർ നിമിത്തം, അല്ലെങ്കിൽ ഈജിപ്തിലെ മിസ്രൈമിലെ ലീഡേഴ്സ്, അവരുടെ ജോലി ചെയ്യിപ്പിക്കുന്ന യജമാനന്മാരുടെ ഉപദ്രവം നിമിത്തം, കഠിനമായ ഉപദ്രവം നിമിത്തം അവർ നിലവിളിച്ചു. ആമേൻ. അവർ നിലവിളിച്ചു. ഇന്ന് നമ്മൾ നോക്കിയാൽ നമ്മുടെ ദേശത്തൊക്കെ എത്ര സോഷ്യൽ ഇൻജസ്റ്റിസ് ഉണ്ട്, അനീതിയുണ്ട്. എളിയവരെ പീഡിപ്പിക്കുകയാണ്, ദരിദ്രന്മാരെയും സാധുക്കളെയൊക്കെ നിഷ്കരണം ഉപദ്രവിക്കുകയും കൊല്ലുകയും ചെയ്യുന്ന ഒരു സംസ്കാരവും രീതിയും. ഗുണ്ടകൾ അനേകരെ ഉപദ്രവിക്കുകയാണ് പല വേഷങ്ങളിൽ നിന്നുകൊണ്ട്. ആ നിലവിളിയൊക്കെ ഇവിടെയുള്ള നേതാക്കന്മാരുടെ ആരുടെയും കാതുകളെ ചലിപ്പിക്കുന്നതൊന്നുമല്ല. പക്ഷേ സൃഷ്ടാവായ ദൈവം, അവൻ്റെ കാതുകളിൽ ആ നിലവിളി എത്തുന്നുണ്ട്. ദൈവം അടങ്ങിയിരിക്കില്ല, ദൈവം വെറുതെ ഇരിക്കില്ല, ദൈവം അറിയാതിരിക്കില്ല. അതിനെല്ലാം ദൈവം കണക്ക് ചോദിക്കും. പക്ഷേ നിലവിളിയെ അവഗണിക്കാത്തൊരു ദൈവമുണ്ടെന്നുള്ള കാര്യം മറക്കരുത്. ദൈവത്തിൻ്റെ ദാസന്മാർ ഓരോരുത്തർ എപ്പോഴും ഈജിപ്തിലുള്ള ജനം ഊഴിയ വിചാരകന്മാരുടെ ഉപദ്രവം നിമിത്തം നിലവിളിച്ചു. അവരുടെ നിലവിളി ദൈവത്തിൻ്റെ കാതുകളെ തുറപ്പിച്ചു, കാതുകളിൽ എത്തിയെന്ന് പുറപ്പാട് പുസ്തകം 2-28 വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്. യഹോവ അറിഞ്ഞു, അവരുടെ നിലവിളി കേട്ടു, അവരുടെ കഷ്ടത ഞാൻ കണ്ടു. ഹല്ലേലൂയ. അവരുടെ കഷ്ടത കാണുന്ന ദൈവം, നിലവിളി കേൾക്കുന്ന ദൈവം, വിടിവിപ്പാൻ ഇറങ്ങി വരുന്നൊരു ദൈവം. ഹല്ലേലൂയ. അവൻ ഇറങ്ങി വരുന്ന ദൈവമാണ്. ഒരിക്കലും അവൻ നമ്മെ കൈവിടുകയില്ല. 61 സങ്കീർത്തനത്തിൽ ദാവീദ് പറയുന്നു, ദൈവമേ എൻ്റെ നിലവിളി കേൾക്കണമേ, എൻ്റെ പ്രാർത്ഥന ശ്രദ്ധിക്കണമേ. എൻ്റെ ഹൃദയം ക്ഷീണിക്കുമ്പോൾ ഭൂമിയുടെ അറ്റത്തൊന്നും എനിക്ക് ഉത്തരമല്ലണമേ. എനിക്ക് അത്യുന്നതമായ പാറയിലേക്ക് എന്നെ നടത്തണമേ. നിലവിളിക്കുക, എൻ്റെ നിലവിളി അവിടുന്ന് കേൾക്കണമേ. ദൈവം നമ്മുടെ നിലവിളിക്ക് മറികടക്കാതെ അവൻ നിൽക്കും. ഹൃദയത്തിൻ്റെ വേദന, ആ നിലവിളിയുടെ പിന്നിലുള്ള ആ സങ്കടം, ആ വേദന, അത് കർത്താവ് നന്നായിട്ട് അറിയുന്നു. മനുഷ്യരാരും അറിയുന്നില്ല, പക്ഷേ നമ്മുടെ കർത്താവ് അത് അറിയുന്നുണ്ട്. ഹല്ലേലൂയ. നോക്കിയോ, എബ്രായ ലേഖനത്തില് ദൈവപുത്ര യേശുവിനെ കുറിച്ച് പറഞ്ഞൊരു വാക്ക്, 5-7 വാക്യം. ക്രിസ്തു തൻ്റെ ഐഹിക ജീവകാലത്ത് തന്നെ മരണത്തിൽ നിന്ന് രക്ഷിപ്പാൻ കഴിയുന്നവനോട് ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ അപേക്ഷയും അഭയാചന കഴിക്കുകയും ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിക്കുകയും ചെയ്തു. ദൈവപുത്രനായിട്ട് പോലും തന്നെ വിടുവിക്കുവാൻ, രക്ഷിക്കുവാൻ കഴിയുന്നവനോട് ഉറച്ച നിലവിളിയോടുകൂടി അഭയാചന കഴിച്ചു, അപേക്ഷ കഴിച്ചു. ഉറച്ച നിലവിളി, അത് നിമിത്തം ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിക്കുകയും ചെയ്തു. ഞാൻ പറയാം, ഉറച്ച നിലവിളി. നിങ്ങൾ കരയുന്ന നിർത്തണ്ട. ആമേൻ. ഞാൻ പറയുമ്പോൾ ഈ ദൂത് ചില അമ്മമാരെ, നിങ്ങളുടെ കരച്ചിൽ നിർത്തണ്ട. ദൈവസന്നിധിയിൽ നിങ്ങളുടെ തലമുറ ഓർത്തുള്ള കരച്ചിൽ. പ്രിയ സഹോദരങ്ങളെ, നിങ്ങളുടെ കുടുംബത്തിലെ സാഹചര്യങ്ങളെ ഓർത്ത്, മുന്നോട്ട് പോകാനുള്ള വഴികൾ അടഞ്ഞിരിക്കുന്ന ഓർത്ത് നിങ്ങളുടെ കരച്ചിൽ ദൈവം കേൾക്കുന്നുണ്ട്. ആ കരച്ചിലിന് ദൈവം ഒരു മറുപടി തരും. ചില നിലവിളികളെ കർത്താവ് മറികടന്ന് പോകില്ല. കർത്താവിനെ പിടിച്ചു നിർത്തും. അവൻ്റെ സാന്നിധ്യം ഒരു വിടുതൽ നൽകിയിട്ടേ കടന്നു പോവുകയുള്ളൂ. അതുകൊണ്ട് കരയുന്നവർ, പ്രാർത്ഥിക്കുന്നവർ ശക്തമായി ദൈവസന്നിധിയിൽ ദൈവപ്രവൃത്തി കാണുന്നതുവരെ കാത്തിരുന്നു. ദൈവം ഒരിക്കലും കൈവിടുകയില്ല. ഹല്ലേലൂയ. അതേ കർത്താവേ, ബലവാനും ബലഹീനും തമ്മിൽ കാര്യമുണ്ടായാൽ നീയല്ലാതെ സഹായിപ്പാൻ ആരുമില്ലെന്ന് ആസ നിലവിളിച്ചതുപോലെ ദൈവം നമ്മുടെ നിലവിളി കേൾക്കും. ആ നിലവിളിക്ക് അവൻ മറുപടി തരും. ഹല്ലേലൂയ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുകയാണ്. എല്ലാ കണ്ണുനീരും, എല്ലാ വേദനകളും കർത്താവ് കാണുന്നു. നിലവിളിക്ക് മുമ്പിൽ മറികടക്കാതെ ദൈവത്തെ പിടിച്ചു നിർത്തും. നിങ്ങളുടെ നിലവിളി ആർക്കൊക്കെ ഇഷ്ടമായില്ലെങ്കിലും ദൈവം അത് അറിയുന്നു. നിങ്ങളുടെ വേദന യഥാർത്ഥമായി അറിയുന്നവൻ നിങ്ങളുടെ നിലവിളിക്ക് പരിഹാരം തരും. പ്രിയ കർത്താവേ, ഈ സന്ദേശം കേട്ടുകൊണ്ട് എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന, നിലവിളിച്ച് ദൈവസന്നിധിയിൽ കാത്തിരിക്കുന്ന ഈ മക്കളുടെ നിലവിളിക്ക് അവിടെ നിന്ന് നിൽക്കുന്നതിനായ നന്ദി. കർത്താവേ, ഭർത്യവായ്ക്ക് വേണ്ടി അവൻ്റെ ഉറക്കെയുള്ള നിലവിളി കേട്ട് നിന്ന് അവന് വേണ്ടി അത്ഭുതം ചെയ്തതുപോലെ ഈ മക്കൾ ഇന്ന് എന്ത് പ്രശ്നത്തിലാണ് നിൽക്കുന്നത്, ഏത് വിഷയത്തിലാണ് വിഷമിച്ചിരിക്കുന്നത്, എവിടെയാണ് തകർന്നിരിക്കുന്നത്, കർത്താവ് ഇവരുടെ കണ്ണുനീരിന് മുമ്പിൽ, ഇവരുടെ നിലവിളിക്ക് മുമ്പിൽ മറഞ്ഞിരിക്കാതെ തക്ക സമയത്ത് ഇറങ്ങി വന്ന് അത്ഭുതം ചെയ്തു കൊടുക്കേണ്ടതിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഒരു അത്ഭുതം ഇവർക്ക് വേണ്ടി ചെയ്യണമേ. അവരുടെ വേദനകളെ കർത്താവ് മാറ്റണമേ. കർത്താവിനോട് ഹൃദയം കൊണ്ട് ചേർന്ന് പറ്റിയിരിപ്പാൻ ഇടയാക്കണമേ. അവിടുന്ന് അനുഗ്രഹിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. കണ്ണുനീരോടെ വിതയ്ക്കുന്ന ഒരു ആർപ്പോടൊക്കെയും
കണ്ണുനീര് കർത്താവ് അറിയുന്നു. നമ്മുടെ കണ്ണുനീരിനെ തുരുത്തിയിലാക്കി വെക്കുന്ന ദൈവം നിങ്ങൾക്ക് മറുപടി തരട്ടെ. ഈ സന്ദേശം നിങ്ങൾ എല്ലാ ദിവസത്തെയും പോലെ കുറേ പേർ കൂടെ നിങ്ങൾ പങ്കുവയ്ക്കണം, ഷെയർ ചെയ്യണം. God bless you. Have a lovely day.